ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് ഇടിച്ചക്കയാണ് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഒരു ചക്കയുടെ കഷ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അതിൻ്റെ തൊലി മാത്രം നമ്മളങ്ങനെ ചെത്തിക്കളയുകയാണ്. ബാക്കിയെല്ലാം നമുക്ക് ആവശ്യമാണ് ഇടിച്ചക്ക തയ്യാറാക്കാനായിട്ട്. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞ് കുക്കറിലേക്ക് ഇടുകയാണ്. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ഗ്ലാസ് വെള്ളവും പിന്നെ 1 ടീസ്പൂണോളം വെളിച്ചെണ്ണയും ഒഴിച്ച് വേവിക്കാൻ വെക്കാം. ഒരു വിസിൽ മാത്രം മതി. നമുക്ക് ഈ ചക്ക നന്നായിട്ട് വെന്ത് കിട്ടും. ഇളം ചക്ക ആയതുകൊണ്ട് വേഗം തന്നെ വേകും. ഒരു 4 കഷ്ണത്തോളം വെളുത്തുള്ളി, 5-6 കഷ്ണം ചുവന്നുള്ളി, പിന്നെ 2 പച്ചമുളക്. നല്ല എരിവാണെങ്കിൽ 2 പച്ചമുളക്, അല്ലെങ്കിൽ 2-3 ഒക്കെ എടുക്കാം. ഒന്ന് ചതച്ചെടുക്കുക. ഇനി ഇതിലേക്ക് തേങ്ങ ചേർത്ത് കൊടുക്കണം. തേങ്ങ ആവശ്യത്തിന് എടുക്കുക. ചക്ക കൂടുതലുണ്ടെങ്കിൽ കൂടുതൽ തേങ്ങ എടുക്കുക. കൂടുതൽ തേങ്ങ ചേർത്താൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ ഈ തേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് അരയണമെങ്കിൽ മാത്രം മിക്സിയിലൊന്നും ചതച്ചെടുക്കാം. ഇവിടെ നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതൊന്ന് ഉടച്ചെടുക്കണം. ഒരു സ്പൂൺ കൊണ്ട് എല്ലാം ഇങ്ങനെ ഒന്ന് ഉടച്ചെടുക്കുക. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. അതിലേക്ക് കടുക്, ഉഴുന്നുപരിപ്പ് എന്നിവ ചേർത്ത് പൊട്ടിക്കുക. ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന അരപ്പ് ഇതിലേക്ക് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക. അതിൻ്റെ പച്ചമണമൊക്കെ മാറി കിട്ടുമ്പോഴേക്കും ചതച്ച് വെച്ചിരിക്കുന്ന ചക്കയും കൂടി ഇട്ട് കൊടുക്കാം. മിക്സ് ചെയ്യുക. അപ്പം നമ്മുടെ ഇടിച്ചക്ക തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ പുറത്ത് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്ത് ഒരു 5-6 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാം. ഇത് നമുക്ക് തുറന്ന് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. നല്ല അടിപൊളിയായിട്ട് ഇട്ടിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചു കഴിയുമ്പോൾ നല്ല മണമാണ് ഇതിന്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. വേറെ മെത്തേഡിലും ഇടിച്ചക്ക തയ്യാറാക്കാൻ അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. പിന്നെ എല്ലാ ചക്കപ്രേമികളിൽ നിന്നും ലൈക്ക് പ്രതീക്ഷിക്കുന്നു.